ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കിയാലോ. ഇൻസ്റ്റൻറ്റ് ഓട്സ് ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിനു മുന്നേ ഓട്സ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അരി ഉഴുന്നും ഓട്സും എല്ലാം ചേർത്ത് അരച്ചിട്ടാണ് ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഓട്സിൻ്റെ കൂടെ കുറച്ച് വേറെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് മാത്രം അരച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഓട്സ് ദോശ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിക്കും. വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണ്. അപ്പോൾ എണ്ണ ചേർത്തിട്ടും ഉണ്ടാക്കാം, എണ്ണ ചേർക്കാതെ ഉണ്ടാക്കാം. എണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ദോശ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സവോള, 1 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതാ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1 കപ്പിൽ ഒരു 220 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു സവോള മുഴുവൻ വേണ്ട കേട്ടോ, ഈ ഒരു സവോളയുടെ 1/4 ഭാഗം മതി. ആദ്യം നമുക്ക് ഈ ഒരു 1 കപ്പ് 240 ml കപ്പിലാണ് നമ്മൾ ഓട്സ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 220 ml വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം ഓട്സ്. ഇതൊരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 or 3 എടുത്തോളൂ. നമ്മുടെ എരിവ് അനുസരിച്ചാണ് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കേണ്ടത്. 2 എണ്ണം മതിയാവും 1 കപ്പ് ഓട്സൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ സവോളയും 1/4 ഭാഗം സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് അരച്ചെടുക്കാനാണ്, ഒരുപാട് ചെറുതാവണ്ട, ഒരു മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ബേക്കിംഗ് സോഡ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം. ആദ്യം നമ്മുടെ ഓട്സ് ഒന്ന് സോക്കായി വരട്ടെ. 15 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓട്സ് സോക്കായി വന്നിട്ടുണ്ട് 15 മിനിറ്റ് കൊണ്ട്. പിന്നെ നമ്മുടെ സവോള ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. 3 പീസായിട്ട് കട്ട് ചെയ്തു. ഒരു സവോളയുടെ 1/4 ഭാഗം എടുത്തിട്ട് ഇഞ്ചി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു. പച്ചമുളക് 3 ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കണമെങ്കിൽ മിക്സിയുടെ വലിയ ജാറ് തന്നെ വേണം. ആദ്യം നമുക്ക് നമ്മുടെ ഓട്സ് മാറ്റാം. ഓട്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ നിങ്ങൾക്ക് വറ്റൽമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് പകരം വറ്റൽമുളക് ചേർക്കാം കേട്ടോ. അതൊരു 2 or 3 ചേർക്കാം. പിന്നെ നമ്മുടെ ദോശയ്ക്ക് കളർ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് ദോശയ്ക്ക് ആവശ്യമായ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ബാറ്റർ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ ചെറിയ അളവിൽ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഓട്സിലുണ്ട് എങ്കിലും ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിൽ താഴെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പോളം വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം സോക്ക് ചെയ്തത് കൂടാതെ 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക്, ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ദോശ കിട്ടും. ഞാനിപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ദോശമാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ മിക്സിയിൽ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് എന്ന് വെച്ചാൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് എണ്ണയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് എണ്ണയില്ലാതെയും ദോശ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണല്ലോ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ദോശ ഒന്ന് കുക്കായി വരട്ടെ. ഇതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചേർത്താലേ ദോശയ്ക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ടാവും ഈ സമയത്ത് ദോശ. ഈ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെ മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ തന്നെ ദോശ ഉണ്ടാക്കിക്കോളൂ. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് തുടങ്ങട്ടെ. ചെറുതായിട്ടേ മൊരിഞ്ഞ് വരുള്ളൂ കേട്ടോ. സാധാരണ നമ്മുടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ഉണ്ടാക്കുന്ന പോലെ അത്രയും മൊരിഞ്ഞ് പ്രതീക്ഷിക്കരുത്.
അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ദോശ മടക്കിയെടുക്കാം. രണ്ടായിട്ട് മടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം. ഇതുപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് നിവർത്തി തന്നെ മതി എന്നുണ്ടെങ്കിൽ ദോശ നിവർത്തി തന്നെ എടുക്കാം. ഞാനിപ്പോൾ മടക്കിയാണ് എടുക്കുന്നത്. പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ഇൻസ്റ്റൻറ്റ് ഓട്സ് ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ രാവിലെ ഒരു 15 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ ഒരു ദോശ ചൂടോടുകൂടി തേങ്ങ ചട്നിയുടെയോ ടൊമാറ്റോ ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ തേങ്ങ ചട്നിയുടെയും ടൊമാറ്റോ ചട്നിയുടെ ഒക്കെ വീഡിയോകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീതാസ് ടേസ്റ്റ്ലാൻഡ് ചട്നി റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പികളെല്ലാം കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.